ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ കാൾ റാനർ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൻ്റെ അവസരത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഈ ലോകത്തിലെ പല ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള, തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ബൈബിൾ കോപ്പികൾ ഒരു നിമിഷത്തിൽ കത്തിച്ചാമ്പലായാലും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഞാൻ ഓർത്താൽ ബൈബിൾ മുഴുവനും എനിക്ക് എഴുതാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 3:16? തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബൈബിളിൻ്റെ സാരസംഗ്രഹമായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ ഈ വാക്യത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഉൽപ്പത്തിയുടെ അവസരത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പാപം ചെയ്ത് പർദീസ് നഷ്ടപ്പെട്ട ആദത്തിനും ഹവ്വയ്ക്കും ദൈവരക്ഷകനെ വാഗ്ദാനം ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെയും അതുപോലെ ഈശോയുടെയും കുറിച്ചുള്ള ഒരു ആദ്യത്തെ പ്രതിപാദനം നമ്മൾ ബൈബിളിൽ പ്രത്യേകിച്ച് കാണുന്നത് ആ അവസരത്തിലാണ്. നീയും അവളും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. പിശാചിനോട് ദൈവം പറയുന്ന കാര്യമാണത്. അത് യാഥാർത്ഥ്യമായതാണ് ക്രിസ്മസ്. അതേക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്മസിലേക്ക് കടന്നു വന്ന കർത്താവിൻ്റെ വരവും കർത്താവ് എന്താണ് ചെയ്തതെന്ന് സമ്യക്കായി വിവരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3:16. നമ്മളിന്ന് ഈ വർഷം ഈശോയുടെ ജനനത്തിൻ്റെ 2025-ാം വാർഷികം അല്ലെങ്കിൽ ജൂബിലി കൊണ്ടാടുകയാണ്, ക്രിസ്തു ജയന്തി എന്ന പേരിൽ. ദൈവത്തിൻ്റെ വചനം മാംസരൂപം സ്വീകരിച്ച് പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിച്ച് ഈ ലോകത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് നമ്മോടൊപ്പം നടന്ന് നമ്മളെ ശുശ്രൂഷിച്ച് നമുക്ക് വേണ്ടി ജീവൻ മുഴുവനായും വിട്ടു ബലിയർപ്പിച്ച ആ ഈശോയുടെ ജനനത്തിൻ്റെ ജൂബിലിയാണ് ഈ വർഷം കൊണ്ടാടുന്നത്. അപ്പോൾ വചനം മാംസമായതാണ് ക്രിസ്തു എന്ന രക്ഷകൻ. ആ രക്ഷകനെ കുറിച്ച് ഓർക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട വലിയൊരു ചിന്തയാണ്, എനിക്ക് രക്ഷകൻ നന്നായിട്ട് അറിയണം. ഈശോയെ നന്നായി അറിയണമെങ്കിൽ ആദ്യത്തെ പടി ഈശോയുടെ വചനം വായിക്കുക എന്നുള്ളതാണ്, ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. ബൈബിൾ അറിയാത്തവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത്, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് സഭാപിതാവായ വിശുദ്ധ ജെറോം പറഞ്ഞത് ഓർക്കാനുള്ള കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ജയന്തി സാർവത്രിക സഭയുടെ ക്രിസ്തു ജയന്തി മാത്രമല്ല, ദൈവത്തിൻ്റെ പരിപാലനയിൽ സുവിശേഷവൽക്കരണം 2035 കാലഘട്ടത്തിൻ്റെ ഈ വർഷത്തെ തീമാണ് ബൈബിൾ ആൻഡ് ഇവാഞ്ചലൈസേഷൻ. അപ്പോൾ ക്രിസ്തു ജയന്തിയും ബൈബിൾ ആൻഡ് ഇവാഞ്ചലൈസേഷൻ വർഷവും കൂടി നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തോടുള്ള, ബൈബിളിനോടുള്ള അഗൈതവമായിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള ഒരു പ്രേമമാണ്. വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം മനുഷ്യവർഗത്തിന് അയച്ച പ്രേമലേഖനമാണ് ബൈബിൾ. ദൈവം എന്തുമാത്രം മനുഷ്യരെ സ്നേഹിക്കുന്നു, ആ മനുഷ്യരോട് ദൈവം എന്തുമാത്രം കരുണ കാണിക്കുന്നു, ആ മനുഷ്യന് വേണ്ടി എന്തുമാത്രം സ്വയം വിട്ടുകൊടുക്കുന്നു. അങ്ങനെ തന്നെ ഏറ്റവും വിലപിടിച്ച അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ദ മോസ്റ്റ് പ്രേഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയാവുന്ന തൻ്റെ പുത്രനെ തന്നെ മനുഷ്യവർഗത്തിന് അയച്ചു കൊടുത്തതിൻ്റെ ആ പുത്രൻ്റെ ജീവിതവും പ്രബോധനവുമാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പം ആ ബൈബിള് പ്രാർത്ഥനാപൂർവ്വം വായിക്കുക, ആ ബൈബിളിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുക, ആ ബൈബിൾ വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുദിന ചര്യയായിട്ട് സ്വീകരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈശോയിലേക്ക് അടുക്കാനും ഈശോയെ കൂടുതൽ അറിയാനുള്ള ഏറ്റവും പറ്റിയ മാർഗം. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു വർഷം നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്തു ജയന്തി കഴിയുന്നതിന് മുമ്പ്, നമ്മുടെ രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ്റെ സമാപന ദിവസം ആകുന്നതിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 16 മുതൽ നവംബർ 22, ഈ വർഷം നവംബർ 22 വരെയാണ് ഈ ബൈബിൾ പാരായണ യജ്ഞം നമ്മുടെ രൂപതയിൽ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് വീടുകളിലും കുടുംബതലത്തിൽ വീടുകളിലും അതുപോലെ ഒറ്റയ്ക്കൊക്കെ ഈ ഒരു കാലഘട്ടം കൊണ്ട് ബൈബിൾ മുഴുവനും വായിച്ചു തീർക്കും. വെറുതെ വായിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ വായിച്ചു തീർക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അങ്ങനെ ഓഗസ്റ്റ് 16 മുതൽ
നവംബർ 22 വരെയുള്ള ഈ ഹ്രസ്വ കാലഘട്ടം കൊണ്ട് നമ്മൾ ആവേശത്തോടും കൂടി പ്രാർത്ഥനാപൂർവ്വം ഒരു ദിവസം പോലും മുടങ്ങാതെ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു യജ്ഞമായിട്ട് നമ്മൾ കാണണം. അത് തന്നെ നമ്മുടെ ബൈബിൾ ഇവാഞ്ചലൈസേഷൻ വർഷത്തിലെ ഒരു വലിയ വിജയമായിട്ട് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണമോ, ഇതിനെല്ലാം ഉത്തരം കിട്ടുന്ന ഏക ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൽ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം ഈശോയാണെന്ന് പറയുമ്പോൾ ആ ഈശോയുടെ വചനത്തിൽ എല്ലാറ്റിനും സൊല്യൂഷനുണ്ട്. പക്ഷെ നമ്മളത് അന്വേഷിച്ചിറങ്ങണം. പ്രാർത്ഥനാപൂർവ്വം നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഏത് സാഹചര്യത്തിലും, ഏതെല്ലാം രീതിയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടോ അവിടെയൊക്കെ യഥാർത്ഥ ആശ്വാസമായി, സാന്ത്വനമായി, ശക്തിയായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. അതനുസരിച്ച് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ, പ്രാർത്ഥന മനോഭാവത്തോടു കൂടി നമ്മൾ ബൈബിൾ വായിക്കണം. അങ്ങനെ ഈ ക്രിസ്തു ജയന്തി, അതുപോലെ ബൈബിൾ ഇവാഞ്ചലൈസേഷൻ വർഷം 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീടുകളിലും, സന്യാസ ഭവനങ്ങളിലും, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതൊരു യജ്ഞമായിട്ട് സ്വീകരിച്ച് ഓഗസ്റ്റ് 16 മുതൽ നവംബർ 22 വരെ ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിരുത്തി പ്രാർത്ഥനാപൂർവം ബൈബിൾ വായിച്ച് ഈശോയെ കൂടുതൽ അടുത്തറിയാനായിട്ട് പരിശ്രമിക്കും എന്നുള്ള ഒരു ആവേശോജ്വലമായിട്ടുള്ള പ്രതിജ്ഞ നിങ്ങളെല്ലാവരുടെയും ഭാഗത്ത് നിന്ന്, വൈദികരുടെയും സന്യസ്തരുടെയും അതുപോലെ തന്നെ അൽമായ സഹോദരന്മാരുടെയും യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ആശംസയും. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ബൈബിൾ വായനയിലൂടെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും വൈദിക ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനാവശ്യമുള്ള ഉത്തേജനം പകരാൻ നമ്മുടെ രൂപതയിൽ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും സാധിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയും അവരുടെ രണ്ടു കൂട്ടരോടും ഞാൻ ഇതിനു വേണ്ട ആവശ്യമുള്ള എല്ലാ പ്രചോദനവും അൽമായ സഹോദരന്മാർക്കും കുടുംബങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാണ്. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ജെറോമിൻ്റെ സഭാപിതാവായ വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും ക്രിസ്തു ശിഷ്യരാണെന്ന് പറയുകയും ചെയ്തിട്ട് എന്താണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, എന്താണ് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ വൈശിഷ്ട്യം എന്ന് ഉള്ളിൽ തട്ടി ബോധ്യത്തോടുകൂടി പറയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ അറിഞ്ഞ ഈശോയെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ കൊച്ചു ത്രേസ്യ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത്, ഞാൻ അറിഞ്ഞ ഈശോയെ എല്ലാവരും അറിയണം, ഞാൻ സ്നേഹിക്കുന്ന ഈശോയെ എല്ലാവരും സ്നേഹിക്കണം. അതിനെന്ത് വേണം? നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ ആ ഈശോയെ അറിയണം, ഈശോയെ സ്നേഹിക്കണം. അറിഞ്ഞ യേശുവിനെ, സ്നേഹിച്ച യേശുവിനെ മറ്റുള്ളവർ പകർന്നു കൊടുക്കണം. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ബൈബിൾ പാരായണ യജ്ഞം നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഉണർവിനും വളർച്ചയ്ക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ബൈബിൾ യജ്ഞത്തിന് നേതൃത്വം വഹിക്കുന്ന രൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ജെയ്സനച്ചനും അസിസ്റ്റന്റ് ഡയറക്ടർ ഫ്രാങ്ക് അണ്ണനാക്കലച്ചനും അവരോട് സഹകരിക്കുന്ന മറ്റെല്ലാ സമർപ്പിതർക്കും അൽമായ സഹോദരന്മാർക്കും പ്രത്യേകിച്ച് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന റോമിയോയ്ക്കും ഞാൻ നന്ദി പറയുന്നു, അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ഉപമധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസമ്മയും ഒക്കെ വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.